ഇടുക്കി ദേവികുളം ഉടുമ്പൻചോല താലൂക്കുകളിൽ സഞ്ചരിക്കുന്ന റേഷൻ കടകളുടെ പ്രവർത്തനം ആരംഭിച്ചു. മന്ത്രി GR അനിൽ ഉദ്ഘാടനം നിർവഹിച്ചു. വിദൂര സ്ഥലങ്ങളിലെ കുടുംബങ്ങൾക്ക് റേഷൻ സാധനങ്ങളുടെ ലഭ്യത സുഗമമാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ദേവികുളം ഉടുമ്പൻചോല താലൂക്കുകളിൽ സഞ്ചരിക്കുന്ന റേഷൻ കടകളുടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ദേശീയ ഭക്ഷ്യ ഭദ്രതാ നിയമം ഫലപ്രദമായി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത്. ശാന്തമ്പാറ ഗ്രാമപഞ്ചായത്തിലെ ആടുവിളന്താംകുടി, ശങ്കരമ്പാണ്ടിമേട്ട്, ദേവികുളം താലൂക്കിൽ നല്ലതണ്ണി, കടലാർ, നയമക്കാട് പ്രദേശങ്ങളിലാണ് പുതുതായി സഞ്ചരിക്കുന്ന റേഷൻ കടകൾ ആരംഭിക്കുന്നത്. സഞ്ചരിക്കുന്ന റേഷൻ കടകളുടെ ഉദ്ഘാടനം ഭക്ഷ്യപൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ നിർവഹിച്ചു. കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിനാവശ്യമായ അരി നൽകുന്നില്ലെന്നും സംസ്ഥാനത്തിന് ലഭിച്ചിരുന്ന 16 ലക്ഷം മെട്രിക് ടൺ അരിയിൽ നിന്നും 2 ലക്ഷം മെട്രിക് ടൺ അരി വെട്ടിക്കുറയ്ക്കുന്ന നിലപാടാണ് കഴിഞ്ഞ 10 വർഷമായി കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് ആവശ്യമായ അരി നൽകുന്നില്ല എന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. നമുക്കുണ്ടായിരുന്ന 16 ലക്ഷം മെട്രിക് ടൺ അരി 14ആയി 2 ലക്ഷം കുറച്ച് നൽകുന്ന ഒരു നിലപാടാണ് കഴിഞ്ഞ 10 വർഷമായി സ്വീകരിക്കുന്നത്. 2013 മുതൽ നമുക്ക് മുൻപുണ്ടായിരുന്ന ആ ക്വാണ്ടിറ്റി പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം നിരന്തരമായി കേരളം ആവശ്യപ്പെടുകയാണ്. ദേവികുളം താലൂക്കിലെ നയമക്കാട് നടന്ന പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ അഡ്വക്കേറ്റ് A. രാജ MLA അധ്യക്ഷത വഹിച്ചു. ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, ജില്ലാ സപ്ലൈ ഓഫീസർ ബൈജു K. ബാലൻ, വിവിധ ഉദ്യോഗസ്ഥ പ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, എസ്റ്റേറ്റ് പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. ഉടുമ്പൻചോല താലൂക്കിലെ പന്നിയാറിൽ നടന്ന ചടങ്ങിൽ MM മണി MLA, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥ പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.